ഈ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാനും സത്യത്തിൽ പറഞ്ഞാൽ ക്രിസ്ത്യൻസിന്റെ ഒക്കെ നിങ്ങളുടെ കല്യാണത്തിന് പോകുമ്പോൾ ഒരുപാട് കേക്ക് തിന്നാമായിരുന്നു. ഞാൻ ഒരുപാട് പോയിട്ടുണ്ട്. ഞാൻ അങ്ങനെ പോകുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളുടെ ഒക്കെ ആണെങ്കിൽ ഒക്കെ ഞാൻ പോയിട്ടുണ്ട്. കാരണം അതിനകത്ത് ചെന്നിട്ട് ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് വെണ്ണയാണെന്നത്, ഈ പഞ്ചസാര പോലെ ഇങ്ങനെ കുഴവരാന്നിരിക്കുന്നത്. പക്ഷെ അതൊക്കെ ഇഷ്ടംപോലെ വാരി തിന്നിട്ടുണ്ട്, കേക്ക് ഇഷ്ടംപോലെ തിന്നുന്നുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് ആ കേക്ക് തിന്നാൻ പറ്റും അങ്ങനെ? അന്നും കൃത്രിമങ്ങൾ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്ര ഈ മാതിരി ഇല്ലായിരുന്നു. ഇന്ന് ഈ കേക്ക് ഇത്രയും കുട്ടികളെ കൊണ്ട് തീറ്റിക്കുന്നുണ്ട്, ഇത്രയും കഴിക്കുന്നുണ്ട്. പക്ഷെ ഒരു ലിമിറ്റ്, ഈ കേക്ക് എന്ന് പറഞ്ഞ വസ്തു നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്, അതിനെ നമ്മൾ വളരെ ഗൗരവമായിട്ട് കാണണം. അതാണ് ഈ കേക്ക് കഴിക്കുന്നത് സത്യത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ലഹരിയാക്കി മാറ്റിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് യഥാർത്ഥത്തിൽ കേക്കിനകത്ത് എന്തൊക്കെയോ വസ്തുക്കൾ ആഡ് ചെയ്യുന്നുണ്ട്, അത് ഉറപ്പാണ്. കാരണം വെച്ചാൽ ഇത് കഴിച്ചു കഴിയുമ്പം കുട്ടികൾക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും ചില തലയ്ക്കൊക്കെ ഒരു ഇച്ചിരി എന്തോ ഒരു പെരുപ്പ് വരുന്ന പോലെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. ഒരു കേക്ക് മേടിച്ചൊരു 4-5 പീസ് ഒരുമിച്ചൊന്നും ഒരു ആളെ കഴിച്ചിട്ട് എവിടെയെങ്കിലും നിർത്തി നോക്കും, അപ്പൊ അറിയാം അതിന്റെ സത്യം എന്താണെന്നുള്ളത്. ഇത് വേണം, എല്ലാം വേണം. നമ്മൾ ചിന്തിക്കണം, നമ്മൾ തീരുമാനിക്കണം എന്ത് വേണമെന്നുള്ളത്. നമ്മൾ എന്തോ അമിതമാക്കാതിരിക്കുക. പണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു കാര്യം പറയാം, ബേക്കറികളിൽ ഇന്ന് കേരളത്തിൽ ഏറ്റവും അസുഖത്തിന് ഇത്രയും പെരുക്കം ഉണ്ടായത് നമ്മുടെ ബേക്കറികളും നമ്മുടെ കൃഷി, അതായത് ഈ പച്ചക്കറികളും മത്സ്യവുമാണ്. സത്യമായ കാര്യമാണ്. ഇറച്ചിയിൽ നമ്മളത് കഴിക്കുന്നില്ല, പക്ഷെ ഇറച്ചിയിൽ ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. ഇറച്ചിയിൽ ഈ തൂക്കം കൂടാനായിട്ടുള്ള എന്തൊക്കെയോ വെള്ളം മറ്റു കാര്യങ്ങളോ ഉണ്ട്. പക്ഷെ മത്സ്യത്തിനകത്ത് 100% പറയുന്നു, മത്സ്യത്തിനകത്ത് ഉറപ്പാണ് മാരകമായ കീടനാശിനി തന്നെ അതിനകത്ത് കളിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ബേക്കറിയിലുള്ള സാധനങ്ങൾ ഈ പൊങ്ങി വരാൻ വേണ്ടി അവരെന്തായാലും നല്ല പോലെ സാധനങ്ങൾ രുചിക്ക് വേണ്ടി, ഈ അപാര രുചിക്ക്, ഇപ്പം നമ്മൾ രുചി കിട്ടാൻ നമ്മൾ അവിടെയല്ലേ പോവുള്ളൂ, ആ രുചി കൂട്ടാൻ വേണ്ടി ഇതിനകത്ത് മാരകമായ എന്തുകൊണ്ട് ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് എന്തുകൊണ്ട് ഇത് അന്വേഷണം നടത്തിയതിനെ ഇതിന്റെ ലാബിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യുന്നില്ല? അത് സത്യമായി അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ മുമ്പ് എന്താ പറഞ്ഞു, ഒരു 4-5 പീസ് ഒരു കേക്ക് ഒരാളെടുത്ത് തിന്നിട്ട് ഇച്ചിരി നേരം നമ്മൾ എന്താ ഇവിടെ ഇരിക്കുന്ന ഒരു തലയ്ക്കൊരു വേദന പോലെ. എന്താ അവര് പറയാൻ കാരണം? ഇതിലെന്തോ സംഭവം ഉണ്ട്. നമ്മൾ കഴിക്കാറില്ല കേക്ക്, അതറിയോ? നമ്മളാരും കഴിക്കാം. ഞാൻ കഴിച്ചതില്ല, പണ്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. എത്രയോ വർഷങ്ങളായി നമ്മൾ ഈ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാറില്ല, അറിയോ? പക്ഷെ എനിക്ക് വേദനയുണ്ട്, വിഷമമുണ്ട്. ഒരു ഓണം വരുമ്പോഴത്തേക്ക്, ഒരു ക്രിസ്മസ് വരുമ്പോഴത്തേക്ക്, ഒരു പെരുന്നാൾ വരുമ്പോഴത്തേക്ക് തമിഴ്നാട്ടുകാർക്ക് ആഹ്ലാദമാണ്. അവരതിനു വേണ്ടി കൃഷി ചെയ്യുന്നു. നമ്മളെ പാവങ്ങളായ മനുഷ്യനെ ഇവിടെ ഇഞ്ചിഞ്ചായി കൊന്നു തിന്നുകൊണ്ടിരിക്കുന്നവര്. പക്ഷെ അവരത് കഴിക്കുന്നില്ലല്ലോ, അല്ലേ? അവർക്കവിടെ വേറെ കൃഷിയാണ്, നമുക്ക് വേറെ കൃഷി. അവർ തരുന്ന അരി, എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മ സർവീസിൽ വരുന്ന സമയത്ത് എൻ്റെ അമ്മ കൊല്ലത്തുനിന്ന് അരി മേടിക്കുമായിരുന്നു. അപ്പൊ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരുന്നു. ഞങ്ങൾ പണ്ട് റേഷനായിരുന്നു, പിന്നെ അമ്മയ്ക്ക് മേടിക്കും. പക്ഷേ ഞങ്ങള് ഒരു തവണ ഞങ്ങളുടെ ഇത് അമ്മയുടെ മരണശേഷം ഞങ്ങളത് മേടിക്കത്തില്ല. ഞങ്ങള് കടകളിൽ നിന്നൊക്കെ ഉള്ള റേഷനൊക്കെ മേടിച്ച് കഴിക്കും. റേഷൻ അരിയൊക്കെ മേടിച്ച്, അത് കുഴപ്പമില്ല, നല്ല സൂപ്പർ അരി. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ഒരു വിശേഷത്തിന് ഈ 10 കിലോ അരി മേടിച്ചു. ഒരു പ്രൈവറ്റ് കടയിൽ പോയി മേടിച്ച, അരിക്കടയില പോയി മേടിച്ചിട്ട് വന്ന് ഇവിടെ വീട്ടിൽ കൊണ്ട് അരി വെച്ചിട്ട്, അപ്പൊ ഇത് എന്റെ വൈഫ് പറഞ്ഞ് കഴിയുമ്പോൾ കഴിക്കാത്ത എന്തൊക്കെ വല്ലാതെ ഒട്ടുന്നു എന്ന് പറയുന്നത്. അപ്പം ചോറ് വെച്ചിട്ട് എൻ്റെ അടുത്ത്, ചേട്ടാ നമുക്ക് പതിവില്ലാതെ ചോറിന് ഭയങ്കര തിളക്കം. ഞാൻ വന്ന് നോക്കുമ്പോഴത്തേക്ക് പഞ്ഞി പോലെ വെളിച്ചം, ട്യൂബിന്റെ വെട്ടം തിളങ്ങുന്നു. അപ്പൊ ഞാൻ എടുത്ത് ഇങ്ങനെ കുറച്ച് കൈ തന്നപ്പോ തെന്നി പോന്നു, ഇല്ല ബ്രാല് തിന്നുന്നത് തെന്നി പോന്നു. അപ്പൊ ഞാൻ അന്നേരം ഈ കടക്കാരനെ വിളിച്ചു, നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്ന അരിയാണല്ലോ, ഇതെന്താ പ്രശ്നം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവര് അത് ഞങ്ങൾക്ക് അരി അതല്ലായിരുന്നു, മാറിപ്പോ അതായത് എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞ് വേറെ അരി കൊണ്ട് തരികയാണ് ചെയ്ത്. എന്നിട്ട് ഇവര് എടുത്തുണ്ട്. പക്ഷെ എനിക്കിത് എടുത്തുണ്ടോ ഞാൻ അറിഞ്ഞില്ല, ഇവര് വരുമെന്ന് എടുത്തുകൊണ്ട് പോകാൻ വരുമെന്ന് ഞാൻ അറിഞ്ഞില്ല. പിന്നെ അവിടെ ഒരു വിഷയം വേണ്ടാന്ന് വെച്ച് പിന്നെ അതിനുശേഷം ഞങ്ങൾ കഴിച്ചില്ല. ഞങ്ങൾ ഇന്നും ഇത്രയും നല്ലൊരു അരി, പണ്ടെന്ന് പറഞ്ഞാൽ റേഷനരി മേടിച്ച ഭയങ്കര വാടയായിരുന്നു, അപാര വാട. പക്ഷെ ഇപ്പോഴും റേഷനരിക്കകത്ത് ചില ഇതൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇത്ര കണ്ട് നല്ല അരി റേഷനിൽ ഇപ്പൊ കിട്ടുന്ന വസ്തുക്കൾ ഓരോന്നും മികച്ചതാണ്, മെച്ചപ്പെട്ട നല്ല അരിയാണ്, നല്ല സ്വാദിഷ്ടമാണ്. പണ്ട് ലക്ഷപ്രഭുക്കൾ കഴിക്കുന്ന അരിയാണ് ഇന്ന് സാധുക്കളായ ആൾക്കാർക്ക് ഇന്ന് കഴിക്കാൻ കഴിയുന്നത്. ചുമന്നരിയൊക്കെ കഞ്ഞി കുടിക്കാനും ആണെങ്കിലും ആ വെള്ള അരിയാണ്, ഒക്കെ നല്ല അരിയാണ്. എല്ലാം ചുമന്നരിയാണെങ്കിൽ പറയണ്ട, അത്ര കണ്ട് നല്ല കഞ്ഞി കുടിക്കാനായാലും എന്തൊരു ടേസ്റ്റാണ്. പെരുന്നാളോ ഒരു
ബക്രീദോ അല്ലെങ്കിൽ ക്രിസ്മസോ ഒക്കെ വരുമ്പോൾ ഈ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾക്ക്, നമ്മുടെ തലമുറകൾക്ക്, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ജന്മം കൊടുക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വിപത്തുകൾ, ആപത്തുകളുമാണ് വരാൻ പോകുന്നത്. നമുക്ക് വരാം. അതുകൊണ്ട് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. നമ്മൾ ഓണത്തിനെങ്കിലും നാം സ്വന്തം പുരയിടത്തിൽ ഇച്ചിരി പച്ചക്കറി നമുക്ക് ഉൽപ്പാദിപ്പിക്കണമെന്ന് ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചാൽ, എനിക്ക് സ്വന്തമായിട്ടൊരു സത്യത്തിൽ ഇച്ചിരി ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അതിനകത്ത് 24 മണിക്കൂർ ഇല്ലാത്ത സമയം ഒപ്പിച്ച് ഞാൻ കൃഷി നടത്തും. ഉറപ്പായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൃഷി നടത്തുന്ന പോലെ ഒരു ഇഷ്ടം എനിക്ക് വേറെ ഏറ്റവും ഇഷ്ടമാണ്. ഒരു കുഞ്ഞിനെ ലാളിക്കുന്ന പോലെ ഉള്ള ഇഷ്ടമാണ് എനിക്ക് കൃഷിയോടുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക, ഒരു ഓണമോ അല്ലെങ്കിൽ പെരുന്നാളോ ക്രിസ്മസോ വരുമ്പം സ്വന്തം പുരയിടത്തിൽ ഒരു ഇച്ചിരി പച്ചക്കറി പറിച്ച് വെച്ച് വിളമ്പാൻ ഒരു മനസ്സ് ഓരോ അമ്മമാരും ഓരോ സഹോദരങ്ങളും കാണിക്കണം. ആ വീട്ടിലുള്ള മുതിർന്നവരൊക്കെ അതിനുള്ള തയ്യാറെടുപ്പ് ഇനിയെങ്കിലും നടത്തണം. നമ്മുടെ ടെറസുകളിലൊക്കെ എന്തെല്ലാം പിടിപ്പിക്കുന്നുണ്ട്. നമുക്കൊരു ടൈം പാസ്, അവരുമായിട്ട് പോയി എന്തെങ്കിലും നമ്മളൊരു സ്നേഹവാത്സല്യം നടത്തുമ്പോൾ അവർക്കും ജീവനുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന സ്നേഹവാത്സല്യം നടത്തി നോക്കെ. എൻ്റെ വീട്ടിൽ ഒരു വലിയ അത്ഭുതം ഉണ്ടായി. എനിക്ക് ഈ വീട് ചിലയിടത്ത് വീട്ടിൽ താമസിക്കാൻ മുകളിലാണ് താമസിക്കേണ്ടി വരുന്നത്. മുകളിൽ താമസിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ